കുഞ്ഞുങ്ങൾ അമിതമായി കരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് എങ്ങനെ തിരിച്ചറിയാം? കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല അവരെന്തിനാണ് കരയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം? ചെറിയ ക്ലൂസ് എങ്ങനെയാണ്? ഒന്ന്, ഒരു കാര്യം അവരുടെ വിശപ്പ് കാരണമാകാം അവർ കരയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹങ്കർ ക്യൂസ് അവൈലബിൾ ആണ്. അതായത് അവർ വായ്ക്കകത്തേക്ക് കൈ കൊണ്ടുപോകുക, സൈഡിലേക്ക് തിരിഞ്ഞ് എവിടെയാണോ തട്ടുന്നത് അവിടെ നക്കുക, നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ദേഹത്തേക്ക് ചേർന്ന് വരിക, ഇതൊക്കെയാണ് ഹങ്കർ ക്യൂസ്. ഈ ഹങ്കർ ക്യൂസിന് തന്നെ 1, 2, 3 ലെവലുകളുണ്ട്. ആദ്യത്തെ ലെവലിൽ അവർ ചിലപ്പോൾ ചെറിയ ഞരങ്ങൾ മാത്രമേ കാണിക്കുകയുള്ളൂ. രണ്ടാമത്തെ ലെവലിൽ ചെറുതായിട്ടൊന്ന് കരഞ്ഞു തുടങ്ങും. മൂന്നാമത്തെയും 4ാമത്തെയും ലെവലെത്തുമ്പോൾ അസഹനീയമായ കരച്ചിലായിരിക്കും. ആ 2 ലെവലിലും നമുക്ക് അവരെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഹങ്കർ ക്യൂസ് ഏർലി ഡിറ്റക്ട് ചെയ്യുന്നതാണ് അവരെ ഫീഡ് ചെയ്യാൻ നമുക്ക് ഏറ്റവും എളുപ്പം. രണ്ടാമത്തെ കോമൺ ആയിട്ട് കാണുന്ന കാര്യമാണ് വയറിനകത്തെ ഗ്യാസ്. വയറ്റിൽ നിന്ന് ഗ്യാസ് പോകുന്നത് വരെ നിർത്താതെ കരയും, വയറ് വീർത്തിരിക്കും. വയറിലേക്ക് നിങ്ങൾ ചെറുതായിട്ടൊന്ന് തൊട്ടു നോക്കിയാൽ അതിങ്ങനെ കട്ടിയായി ഇരിക്കുന്നത് പോലെയും കാണാം. യൂഷ്വലി ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ കാണാറ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുഞ്ഞിനെ നമ്മൾ നേരെ പൊക്കിയെടുത്ത് അവരുടെ വയറ് നമ്മുടെ നെഞ്ചോട് ചേർന്നിരുന്ന് നന്നായിട്ട് ഗ്യാസ് തട്ടിയാൽ കരച്ചിൽ തന്നെത്താനെ മാറുന്നതാണ്. വേറെ ഒരു കോമൺ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ചെവി വേദന ഉണ്ടെങ്കിൽ, പാല് ചെവിയിലേക്ക് കയറുമ്പോഴോ മൂക്കടയ്ക്കുമ്പോഴോ ഒക്കെ അസഹ്യമായ വേദന ചെവിയിൽ വരാം. അത് രാത്രി കാലങ്ങളിലാണ് കൂടുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ചെവിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കുഞ്ഞ് കൈ കൊണ്ടുപോയി തട്ടുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ചെവിയുടെ സൈഡിൽ ചെറുതായിട്ടൊന്ന് ഞെക്കി കൊടുക്കുമ്പോൾ കുഞ്ഞ് നിർത്താതെ കരയും. ഇങ്ങനെ ഒരു കരച്ചിൽ രാത്രി പെട്ടെന്ന് നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും പഴുപ്പ് വന്ന് നിറയുന്ന സമയത്തായിരിക്കും ഇവർ ഉച്ചത്തിൽ കരയുന്നത്. അതിനുശേഷം കരച്ചിൽ അടങ്ങുകയാണെങ്കിൽ ഈ ഡിസ്ചാർജ് വന്ന് ആ പഴുപ്പ് പൊട്ടി ഒലിക്കുമ്പോഴാണ് കരച്ചിൽ നിർത്തുന്നത്. വേറെ ഒരു കോമൺ കോസ് എന്ന് പറഞ്ഞാൽ പനി അല്ലെങ്കിൽ ഏതെങ്കിലും അസ്വസ്ഥത. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാല് കൊടുത്താൽ ഒന്നും കുഞ്ഞ് കൺസോൾഡ് ആവില്ല. അതുപോലെ നമ്മൾ എടുത്തുകൊണ്ട് നടന്നാലും കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കില്ല. അങ്ങനെയുള്ള കരച്ചിൽ നമ്മൾ എടുത്തു പാല് കൊടുത്താലും നിൽക്കാത്ത കരച്ചിലാണെങ്കിൽ അതെന്തെങ്കിലും കാരണമുണ്ടായിട്ടുള്ള കരച്ചിലായിരിക്കും. നിങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടതാണ്.